നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ. ഒരു പക്ഷേ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും, അല്ലെങ്കിൽ +1 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള, പ്രത്യേകിച്ച് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. കാരണം 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്കറിയാം എന്തായാലും +2ന് പോകാതെ ചാടി അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തില്ല. പക്ഷേ +2 കഴിയുമ്പം ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് പണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. ഇന്ന് പക്ഷേ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താലോ ഒരു കോളേജിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലോ കോഴ്സിൻ്റെ കാര്യം എടുത്താലോ എത്രമാത്രം നമുക്ക് ഡീറ്റെയിൽസ് അത്രയും മാത്രം ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പെട്ടെന്ന് ഞാനങ്ങ് പറയാം. വലിയ അസാധാരണമായ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ വളരെ ലളിതമായ രീതിയിൽ, സിമ്പിളായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകാം. BTech അതിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ കാത്തിരിക്കുന്നതാണ്. കീമും ജെയും ഒക്കെ എഴുതിയിട്ട് BTech എന്ന് പറയുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കോഴ്സുകളിലേക്കിട്ട് പെട്ടെന്നൊരു എത്തിനോട്ടം, അതിൻ്റെ സാലറി കാര്യങ്ങൾ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. അന്നേരം ഇത് എൻ്റെ നിഗമനമാണ്. ഞാനും എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 2-3 കൊല്ലം വർക്ക് ചെയ്ത ഒരാളാണ്. അന്നേരം എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് BTechനെ കുറിച്ച് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ പോലും അതും നമുക്കൊരു പശ്ചാത്തലമായതുകൊണ്ട് കുട്ടികളും പഠിപ്പിച്ചതുകൊണ്ട് നമുക്കറിയാം ആ പല രീതികളും. അന്നേരം ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ആണെങ്കിലും ഞാൻ ഒരു കോളേജിനെയും ഞാൻ എടുത്തു പറയുന്നില്ല. ഇതിനകത്ത് ഒരു ഇന്ന കോളേജ് നല്ലതാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. BTechൽ നമുക്ക് പ്രധാന സ്ട്രീമുകളെന്ന് പറയുന്നത് മെക്കാനിക്കൽ, MEC എന്ന് പറയും. രാജാവണമെന്ന് പറയുന്നതാണ് മെക്കാനിക്കൽ. സാധാരണ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ 60 പേരൊക്കെ ഉണ്ടെങ്കിൽ 59-60 ബോയ്സുള്ള, ഒരു ഗേൾസ് പോലും ഇല്ലാത്ത ബാച്ചുണ്ട്. ചിലപ്പോൾ 1-2 ഗേൾസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഗേൾസ് കൂടുതൽ. നല്ല ബോയ്സിൻ്റെ മെജോറിറ്റി വരുന്ന കിങ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നല്ലെങ്കിൽ പറയുന്നതാണ് MEC എന്ന് പറയുന്ന മെക്കാനിക്കൽ. 2 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, EC. പഠിക്കുമ്പം അത്ര ഈസി അല്ലെങ്കിൽ പോലും EC. 3 സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം കുട്ടികളൊക്കെ ഉള്ള, എല്ലാ കോളേജിലും അത്യാവശ്യം കുട്ടികളുള്ളതാണ്. 4 CS, കമ്പ്യൂട്ടർ സയൻസ്. ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ട് ഞാൻ എന്ന് പറയാൻ പോകുന്നത്. വേറെ കോർ കോഴ്സുകളൊക്കെ ആയിട്ട് ഒരുപാട് കോഴ്സുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ അതിനകത്തോട്ടൊന്നും ഒരുപാട് കിടക്കുന്നില്ല. പക്ഷേ അതിനകത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത്, ഇപ്പം എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റും, ഒരു കുട്ടികൾ പോലും ഇത് പഠിച്ചിട്ട് ജോലിയില്ലാതെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് മിനിമം സാലറി മുതൽ മാക്സിമം സാലറി വരെ മേടിക്കുന്ന ഒരേ ഒരു ഇതിനകത്തൊന്നും BTechൽ ഈ ഞാൻ പറഞ്ഞ 4 എണ്ണത്തിൽ ഏറ്റവും ടോപ്പായിട്ട് ഒരേ ഒരു സാധനത്തിന് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമുക്ക് ഒരേ ഒരു കോഴ്സിന് മാത്രമേ എപ്പോഴും ഡിമാൻഡുള്ളൂ. ഇനി അങ്ങോട്ടും ഇതിൻ്റെ ഡിമാൻഡ് ഒട്ടും കുറയാൻ പോകുന്നില്ല, കൂടാനുള്ള ചാൻസ്. അത് വേറെ ഒന്നുമല്ല, നമ്പർ 1 പൊസിഷൻ CS, കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പം സത്യം പറഞ്ഞാൽ എല്ലായിടത്തും കുട്ടികളുള്ളൂ. എല്ലാ കോളേജിലും, ഇത് കോളേജിൽ കാണുന്ന അധ്യാപകർക്കും മനസ്സിലാവും. കോളേജിൽ എല്ലായിടത്തും നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള ബാച്ച് ഏതാണെന്ന് വെച്ചാൽ പലയിടത്തും മെക്കാനിക്കലിനും ബാക്കിയുള്ളതിനും സിവിലിനും ഒക്കെ കുട്ടികൾ താരതമ്യേന വളരെ കുറവാണ്. 30%, 10% ഒക്കെ ഉള്ളിടത്ത് ഇത് ഫുള്ളാണ്. പല നല്ല കോളേജിൽ ഇത് ഫുള്ളാണ്. സീറ്റ് കിട്ടാനേ ഇല്ല കമ്പ്യൂട്ടർ സയൻസ്. കാരണം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും. കാരണം വലിയ കമ്പനികൾ, ഇപ്പം TCS ആയിക്കോട്ടെ, ഇൻഫോസിസ് ആയിക്കോട്ടെ, വിപ്രോ ആയിക്കോട്ടെ, ടെക് മഹേന്ദ്ര ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടങ്ങ് വലിയ ഇതിലോട്ട് നമ്മൾ വലിയ അതിബുദ്ധിമാനായ ഭയങ്കര ടാലൻ്റ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഒറാക്കിൾ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഇങ്ങനെ ലെവലിൽ പോയാൽ നമുക്ക് മിനിമം ഒരു 15,000-20,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് സാലറി മുതൽ നമുക്ക് ഒരു മാസം 1-2 ലക്ഷം രൂപ വരെയൊക്കെ കുഴപ്പമില്ലാതെ നല്ല മിടുമിടുക്കരാണെങ്കിൽ അവർ പിക്ക് ചെയ്തുകൊണ്ട് പോകും. അന്നേരം ഉറപ്പിക്കാവുന്ന ഞാൻ കാണുന്ന ഒരേ ഒരു ഏറ്റവും വലിയ ജോലി സാധ്യതയുള്ളത് BTechൽ ഇത് മാത്രമാണ്. കാരണം ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്, മെക്കാനിക്കായാലും സിവിലാണെങ്കിലും ഒക്കെ പിന്നീട് ഇവർ കഷ്ടപ്പെട്ട് ഇവർ പഠിച്ചതിന് ശേഷം CS കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇതിനകത്ത് ജോലിക്ക് കയറി. ചിലപ്പം ചില കമ്പനികളൊക്കെ മെക്കാനിക്കലുകാരെയും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ പരിഗണന കൂടുതലും CS-കാർക്കാണ്. അങ്ങനെ പോകുന്നവരുണ്ട്. അതായത് ഏത് രീതി നോക്കിയാലും CS നമ്പർ 1 ആണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. കാണുന്ന കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ നല്ല അടിപൊളി, ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ TCSലാണ്, പിന്നെ പോഷാണ്, നല്ല പൈസ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്. ആ എല്ലാ രീതിയും നോക്കുമ്പോഴും CSന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ്. എന്നിട്ട് ഏറ്റവും അടിപൊളിയും ജോലിയിലും കാശിലും ശമ്പളത്തിലും എല്ലാത്തിലും പ്ലേസ്മെൻ്റ് കാര്യത്തിലും എല്ലാത്തിനും CS ആണ്. 2 എനിക്ക് തോന്നുന്നത് സിവിലാണ്. സിവിലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാലും ഒരു കടമുറിയാണെങ്കിലും വീടാണെങ്കിലും വലിയ സാധനങ്ങളിൽ കെട്ടിപ്പൊക്കാതെ പറ്റത്തില്ല. പുത്തൻ കൺസ്ട്രക്ഷൻസ് വരണം.
അന്നേരം ഉള്ള സാധ്യതയിൽ ഒരു വലിയ സാധ്യതയാണ് ഈ പറഞ്ഞ സിവിൽ എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ ശോഭ ഡെവലപ്പേഴ്സ് പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എല്ലാം ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തി കൊണ്ടുപോകുന്നവരുണ്ട് സിവിലിൻ്റെ. അല്ലെങ്കിൽ സിവിൽ ഇനി നമ്മൾ ടാലൻറ്റഡ് ആണെങ്കിൽ, അവിടെയാണ് ഞാൻ എടുത്ത് വരുന്നത്, നമ്മൾ സിവിലിൽ നല്ല ടാലൻറ്റഡ് ആണെങ്കിൽ നമുക്കൊരു പ്ലാനൊക്കെ വരച്ച് നല്ല ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൺസ്ട്രക്ഷൻ്റെ ഇത് ഫീൽഡിൽ ഗംഭീരമായിട്ട് ശോഭിക്കാൻ പറ്റും. അത് നമ്മുടെ ടാലൻറ്റ് കൊല്ലിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിദേശത്തൊക്കെ, ഇന്ത്യയിൽ അത്രയും ഇതിലെങ്കിലും വിദേശത്തൊക്കെ പോയാൽ നമുക്ക് കുറച്ചുകൂടെ ജോലി സാധ്യത, രണ്ടാം സ്ഥാനത്ത് ജോലി സാധ്യത എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ സിവിലിനാണ്. 3, നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ രാജാവായ മെക്കാനിക്കലിന് ഈ പറഞ്ഞ പോലെ ജോലി സാധ്യത ഈ 3-ാം സ്ഥാനത്തേക്ക് വരാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങ് ഭയങ്കരമായ ഒരു സമയത്തൊരു ബൂം ഉണ്ടായിരുന്നു. ആ ബൂം അങ്ങ് കഴിഞ്ഞു. അത് ഈ കമ്പ്യൂട്ടർ സയൻസ് CS കാരിൽ അടിച്ചുകൊണ്ട് പോയതിനു ശേഷം ഇപ്പം ഇനി അങ്ങോട്ട് കയറി വരാനുള്ള ചാൻസുകളാണ് കൂടുതൽ. അന്നേരം ഇപ്പം മെക്കാനിക്കലിൻ്റെനകത്ത് ഏത് രീതിയിൽ ഇപ്പോൾ മെക്കാനിക്കൽ ഇഷ്ടപ്പെട്ട് കയറി പോകുന്നവർക്ക് ഇപ്പം മെക്കാനിക്കലായിട്ടുള്ള ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ അതിൻ്റെ കോർ ഇതായിട്ട് വരുന്നതാണ്. അന്നേരം ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പയ്യൻ, അപ്പോൾ ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കാർ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാറിൻ്റെ അതിനകത്തെ പാർട്സ്, അതിനകത്തെ സംഭവങ്ങൾ, അതിൻ്റെ വർക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ സ്വന്തമായിട്ട് സ്കില്ലിൽ അവന് ഡെവലപ്പ് ചെയ്ത് കാറിൻ്റെ പടങ്ങളൊക്കെ പറ്റും. കാറിൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പല രീതിയിലുള്ള അതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ടത് ഭയങ്കര ഹൈ സ്കില്ലിൽ നോക്കുന്ന കാണാം. +2 പഠിക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഇപ്പോൾ കോളേജ് ലെവലിൽ തന്നെ BTechൽ അവൻ ഓട്ടോമൊബൈൽ എടുത്തു, മെക്കാനിക്കലിൽ ഓട്ടോമൊബൈൽ എടുത്തവൻ. ഓട്ടോമൊബൈൽ എടുത്തതിന് ശേഷം ഇപ്പോൾ അവൻ ജർമ്മനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവനൊരു കമ്പനി, അവൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് കയറി പോകാം മെക്കാനിക്കൽ. അല്ലാത്തവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ് മെക്കാനിക്കലിൻ്റെ കാര്യങ്ങൾ. 4 ഈസിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അന്നേരം അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു 4-ാം സ്ഥാനത്ത് വരാനുള്ള കാരണം ഇപ്പോൾ സെമി കണ്ടക്ടറും കാര്യങ്ങളൊക്കെ ചിപ്പുകളൊക്കെ നിർമ്മിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ചാൻസുകളുണ്ട്. എന്നാലും ഈ പറഞ്ഞ 4 എണ്ണത്തിൻ്റെ ചാൻസിൽ ഇതിനകത്ത് ആദ്യത്തെ വിഭാഗം CS-നകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ CS-നകത്ത് വരുന്ന കോറായിട്ട് വരുന്ന സാധനങ്ങളാണ് AI ഇല്ലാത്ത സാധനങ്ങൾ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള റോബോട്ടിക്സ് ഒക്കെ പിന്നെ മെക്കാനിക്കലിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാം. എന്നാലും ഈ സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വരുന്ന കാര്യങ്ങളെല്ലാം CS-നകത്ത് വരുന്നതാണ്. ഈ 2 എണ്ണത്തിന് ഭയങ്കര സാധ്യതകളാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റിയൊക്കെ ജോലി സാധ്യത വളരെ ഇനി അങ്ങോട്ട് വളരെ കൂടുതലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റേ വിഭാഗം റോബോട്ടിക്സ് മാത്രം പല കോളേജിലുണ്ട്. റോബോട്ടിക്സും ഭയങ്കര മെക്കാനിക്കലിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു പറയാൻ പറ്റുന്ന. റോബോട്ടിക്സ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഗംഭീരമായ ജോലി സാധ്യത ഇനി അങ്ങോട്ട് ഒരുപാട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്, ഒരു തുടക്ക സ്റ്റേജിലാണ് ഇതെല്ലാം. ഇതൊന്ന് ഡെവലപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ടൊരു ബൂം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മൾ 4 എണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഉറപ്പായിട്ട് ഇടാം. മാക്സിമം ഷെയർ ചെയ്യാം. കാരണം കുട്ടികൾക്ക് ഏതെടുക്കണം, ഞാൻ ഈ പല കോഴ്സിനെ കുറിച്ച് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും. ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ളൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിന് കീമോ JEO ഒക്കെ അങ്ങനെയുള്ള എൻട്രൻസ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാല് പിടിക്കാതെ വലിയ നല്ല മെറിറ്റ് കിട്ടും. നല്ല കോളേജ്, ഗംഭീര കോളേജിൽ കിട്ടണം. ഏത് കോളേജിൽ പഠിക്കുന്നു എന്നുള്ളതല്ല, നല്ല കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൂടി നമുക്ക് പുറത്തിറങ്ങാം. ചുമ്മാ ഒരു കോളേജിൽ പോയി പഠിച്ചിട്ട് ഇതൊന്നും കാര്യമില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ചുമ്മാ ഒരു കോളേജിൽ പോയി പഠിക്കുക, ഞങ്ങൾ പോയി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു ഇന്ന കോളേജ് അല്ല. നല്ലൊരു ഗംഭീര കോളേജിൽ പോയി പഠിച്ച് അവിടെ പ്ലേസ്മെൻറ്റ് ഒരു കോളേജിലാണെങ്കിൽ അവിടെ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി കോഴ്സ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് അടിച്ചു പൊളിച്ച് പോവാം. അല്ലാതെ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇനി അങ്ങോട്ടുള്ളതിൻ്റെ കോളേജുകളുടെയും പ്രത്യേകത. അതുകൊണ്ട് നല്ല റാങ്കുകളൊക്കെ ഈ കീമിനും അതുപോലെ JEO കിട്ടിയാലും നിങ്ങൾക്ക് ഗുണമാണ്. അന്നേരം ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളെക്കുറിച്ചും എനിക്കറിയാവുന്ന രീതിയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അറിവ് പങ്കുവെച്ച് തരും. നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ never ever give up.